പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 10-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 10-ാം ദിനം കാണുവാൻ ഭാഗ്യം തന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24 നാം ഇപ്രകാരം വായിക്കുന്നു: അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി. പൗലോസ് വളരെ ആത്മീയ ഉത്തേജനം നൽകുന്ന അനേക കാര്യങ്ങൾ വിശ്വാസ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ അനിവാര്യതയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ വിശ്വാസികളെ പറഞ്ഞ് ഉറപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും, ഭർത്താവിന്, ഭാര്യയ്ക്ക്, ദാസന്, ദാസിക്ക്, യജമാനന്, ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങൾ നൽകി വന്ന് പറയുകയാണ്, ഞാനും നിങ്ങളും എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് കർത്താവിനെ സേവിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാണ്. ദൈവത്തെ അല്ല പ്രസാദിപ്പിക്കുന്നത്, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു. മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രസംഗിക്കുവാനൊക്കെ താല്പര്യപ്പെടുന്നു. എന്താണ് അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, അവരിൽ നിന്നും നാം എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അവരുടെ പ്രീതി, ഇഷ്ടം, തന്മൂലം അവരിൽ നിന്നും നമുക്ക് ലഭ്യമാകാവുന്ന പല വിധങ്ങളിലുള്ള സഹായങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല, സ്ഥാനമാനങ്ങൾ, ആവർത്തിച്ചുള്ള അവസരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഘടകങ്ങൾ, ഇവയൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹത്തിൽ നിറയുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സേവനത്തിന്റെ മനോഭാവം മാറുന്നു. എന്നാൽ പൗലോസ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് അവകാശമെന്ന പ്രതിഫലം കർത്താവാണ് തരുന്നത്. പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും അവകാശത്തെ ഒരിക്കലും മറ്റൊരാൾക്ക് പിടിച്ചെടുക്കുവാനോ എടുത്തു കളയുവാനോ തടുത്തു കളയുവാനോ കഴിയുകയില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നാം ആദ്യമേ തിരിച്ചറിയണം. കാരണം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വേറെ ആർക്കും കൊടുക്കുകയില്ല. അത് എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ദൈവ നിയോഗപ്രകാരം ലഭിക്കുവാൻ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിന് ആരെല്ലാം എന്തെല്ലാം ചെയ്താലും മാറ്റം വരികയില്ല. ദൈവത്തിന്റെ സമയത്ത് കൃത്യമായി അതെന്റെ കരങ്ങളിൽ ലഭ്യമാകും എന്ന് ആര് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നോ ആ വ്യക്തിക്കും, ആ വിശ്വാസിക്കും, ആ കുടുംബത്തിനും പിന്നെ ആരെയും പ്രീതിപ്പെടുത്തേണ്ടതായി വരുന്നില്ല. ആരുടെയും മുൻപിൽ അവരെ സന്തോഷിപ്പിക്കേണ്ടതിനായി വചനത്തെ വളച്ചൊടിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവതയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം നാം ശ്രവിക്കണം. എന്റെ അവകാശം തമ്പുരാൻ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ എടുത്തു കളയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, കർത്താവ് എന്റെ അവകാശമെന്ന പ്രതിഫലം തരുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെയാണ് സേവിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനെ അല്ല, സ്ഥാനമാനങ്ങളെ അല്ല. പല വിധങ്ങളിലായി ഉയർന്ന പദവി ലഭിക്കുന്നവരെ കർത്താവിനെക്കാട്ടിലും ഉപരിയായി ഞാനും നിങ്ങളും ആദരിക്കുന്നവരാ. അതല്ലേ ഇന്ന്
ക്രൈസ്തവ ഗോളത്തിൽ പ്രത്യേകിച്ചും നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക, സ്വർഗത്തിലെ ദൈവം നമ്മുടെ അവകാശം, നമ്മുടെ മക്കളെ അവകാശം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഉള്ളതെല്ലാം നിശ്ചയമായും തരുവാൻ മതിയായവനും വിശ്വസ്തനുമാ. അതുകൊണ്ട് ഞാൻ നിങ്ങളും എന്ത് ചെയ്യണം? കർത്താവിനെ സേവിക്കുന്നവരായി തീരണം. നമ്മുടെ കഴിവ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ താലന്തുകൾ, നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ പണം, നമുക്കുള്ള സകലതും കർത്താവിനെ സേവിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും വിനിയോഗിക്കുവാൻ തയ്യാറാകുമ്പോൾ ശത്രു പരാജയപ്പെടുകയും ദൈവനാമം ഉയർത്തപ്പെടുകയും അങ്ങനെ നമുക്ക് ലഭിക്കേണ്ടത് തമ്പുരാൻ നമുക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹീതവും ധന്യവുമായി തീർന്ന് നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും അവകാശങ്ങളും പ്രാപിച്ച് സ്തോത്രത്തോടെ ജീവിപ്പാൻ ഇടയാകും. ജീവജലത്തിന്റെ എന്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അവകാശം ശത്രുവിന് ഒരിക്കലും എടുത്തു കളയുവാൻ കഴിയുകയില്ല. അത് എടുത്തു മാറ്റുവാൻ കഴിയുന്നതും ഇല്ലാതാക്കാൻ കഴിയുന്നതും ഒരൊറ്റ ഒരാൾക്കേ ഉള്ളൂ. ആർക്കാന്നറിയാമോ? നമുക്ക് മാത്രം. എനിക്ക് മാത്രമേ എന്റേത് കെടുത്തിക്കളയുവാൻ കഴിയുകയുള്ളൂ. ഞാൻ ദൈവത്തെ വേണ്ടവണ്ണം പിൻപറ്റാതിരിക്കുമ്പോൾ, പിശാചിന്റെ വഴിയെ നടക്കുമ്പോൾ, ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ, ദൈവകൃപയിൽ നിന്നും അന്യപ്പെടുമ്പോൾ, ദൈവവചനത്തിൽ സംശയിക്കുമ്പോൾ എന്നിത്യാദിയുള്ള കാര്യങ്ങളിൽ കൂടെ ഞാൻ തന്നെ എന്റെ അവകാശം, എന്റെ പ്രതിഫലം, എന്റെ അനുഗ്രഹം, എന്റെ നന്മ സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. ദൈവമായി നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുക, നമ്മുടെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയുവാനും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വേറൊരാളെ കുറ്റം പറയല്ലേ. അയൽവക്കക്കാരെ, നമ്മുടെ ശത്രുവെന്ന് നാം വിചാരിക്കുന്നവരെ, നമ്മുടെ കൂട്ടായ്മയിൽ പെട്ടവരെ, അല്ലെ നമ്മളെ പലവിധ കാരണങ്ങളാൽ ഇഷ്ടമില്ല എന്ന് നമുക്കറിയാവുന്നവരെ വെറുതെ പഴിചാരരുത്. നമ്മുടെ അവകാശത്തെ നഷ്ടമാക്കുന്നത് നാം ഒരാൾ മാത്രമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവവേലയിൽ വ്യാപൃതരാകുക, കർത്താവിനെ സേവിക്കുക. നിശ്ചയമായും അവകാശമെന്ന പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ലഭിക്കും. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ലഭ്യമാകേണ്ട സകല അവകാശങ്ങളും സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും നിറച്ച് ദൈവകൃപയോടെ നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ, ആത്മാവിനെ ഉണർത്തട്ടെ. ദൈവകൃപയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. തലകളെ വണക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ അവകാശം ഞങ്ങൾ പ്രാപിക്കേണ്ടതിന്, ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങൾ അങ്ങയിൽ നിന്നും സ്വീകരിക്കേണ്ടതിന്, ഞങ്ങൾ കർത്താവിനെ സേവിക്കേണ്ട വിധത്തിൽ സേവിപ്പാൻ പൗലോസിൽ കൂടെ ഇന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും അവകാശങ്ങളും ഞങ്ങൾ തന്നെ തട്ടിത്തെറിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ വിശ്വാസത്തോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ, ഉറച്ച ദൃഢനിശ്ചയത്തോടെ വചനത്തിൽ ആശ്രയിച്ച് അങ്ങയിൽ വേരൂന്നി വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ ഞങ്ങൾ ഏവരെയും നടത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും അവകാശം അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ആത്മീയ സമ്പത്താണ്. അത് മനുഷ്യരെ പ്രീതിപ്പെടുത്തി നഷ്ടപ്പെടുത്താതെ, ദൈവത്തെയും വചനത്തെയും അവിശ്വസിച്ച് തള്ളിക്കളയാതെ,
കർത്താവിൽ അടിയുറച്ചു വിശ്വസിച്ച് കർത്താവിനെ മാത്രം സേവിച്ച് അവകാശങ്ങൾ പ്രാപിച്ച് ദൈവകൃപയോടെ ജീവിപ്പാൻ ഇന്ന് വചനം കേൾക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.